നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് സ്വീറ്റിന്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ കാണാത്തവര് കണ്ടു നോക്കിക്കോളാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മിൽക്ക് പൗഡർ പേടയാണ് കേട്ടോ. സാധാരണ പാല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പേട തയ്യാറാക്കി എടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കും. കാരണം പാല് തിളച്ച് കുറുകി വറ്റിച്ച് ഒക്കെ എടുത്തു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോങ് പ്രൊസീജിയർ തന്നെയാണെന്ന് പറയാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷെ പാൽപ്പൊടി ഉപയോഗിച്ച് നമ്മളിത് തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാനിതിൽ കുറച്ച് ടിപ്സും കൂടി പറയുന്നുണ്ട്. കാരണം ഞാനിതിന് മുമ്പ് തയ്യാറാക്കിയപ്പോൾ അത് ഫ്ലോപ്പായി. അപ്പോൾ ഫ്ലോപ്പ് ആകുമ്പോഴല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ റെസിപ്പീസിനെ പറ്റി കൂടുതൽ പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫ്ലോപ്പ് ആവാണ്ട് തയ്യാറാക്കുന്നത് നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വരട്ടെ. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ പാലാണ്, തിളപ്പിക്കാത്ത പാല്. ഏത് പാലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ പാല് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, മിൽക്ക് പൗഡർ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും. നമ്മൾ ഈ കട്ടകളൊക്കെ കളയണ സമയത്ത് പെട്ടെന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കായയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിപ്പോൾ ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും, കട്ട പോലെയൊക്കെ വരും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണില്ല, അവസാനം മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണുള്ളൂ. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവണ വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഇത് കണ്ടില്ലേ, തിക്കായിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കുക. വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യാം കേട്ടോ. കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം ഇത് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കുക, അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തണുത്ത് വരണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുണ്ടാവരുത് തീരെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഇത് പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ മിൽക്ക് പൗഡർ ആകുമ്പോൾ അതിൽ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണം മിൽക്ക് പൗഡറിൻ്റെ ബ്രാൻഡിനനുസരിച്ച് മധുരത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഏത് ബ്രാൻഡ് മിൽക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഈ സമയത്ത് കാണുമ്പോൾ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, ഇത് കറക്റ്റായിട്ട് വന്നോളും. നമ്മൾ ഈ പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ആ ഒരു രീതിയിലാണ്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് നെയ്യ് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് പേട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉരുകിയിട്ട് ഇത് ഭയങ്കര ലൂസായിട്ട് മാറും. ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പേട ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ബദാം വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേട തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരും. അപ്പം നമ്മുടെ മിൽക്ക് പൗഡർ പേട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേട തന്നെയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് സമയത്ത് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡായിട്ട് മാറും. കണ്ടില്ലേ, ഇത് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നല്ല ഹാർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഇത് ഇരിക്കുന്നത്. നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ല. കണ്ടില്ലേ, ക്രാക്സ് ഒക്കെ വീണിട്ട് ഇരിക്കണത്. ഇതിൻ്റെ കളറിലും നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പ് ആയതാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത് വേറൊരു മെത്തേഡിലായിരുന്നു. വേറെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മൾ എടുക്കണം. ആ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എന്ന് പറയണത് നമ്മൾ തണുക്കണതിന് മുമ്പ് തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത്രയ്ക്കൊരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അത് തണുക്കും തോറും കുറച്ച് ഹാർഡായിട്ട് വരും. നമ്മൾ ഇതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമാണ് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഷുഗർ ക്രിസ്റ്റലൈസ് ആയിട്ട് മാറി. അതിന് ഇത്രയ്ക്കൊരു ഹാർഡായിട്ട് വരണത്. അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റുമ്പോഴാണല്ലോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഫ്ലോപ്പ് ആവാൻ സാധ്യത ഉള്ള ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഞ്ചസാര കുറച്ച് കാരമലൈസ് ആയിട്ട് മാറി. അതാണ് ഇങ്ങനത്തെ ഒരു കളറും വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഈ മെത്തേഡിൽ ചെയ്യണ്ട, വേറെ മെത്തേഡിൽ ചെയ്യാന്ന് വെച്ചിട്ടാണ് അവസാനം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടും കുറച്ച് ലൂസായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് മാറും. പക്ഷേ കഴിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു മെത്തേഡ് തന്നെയാണെന്നാണ് തോന്നണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേടയായിട്ട് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാകുമ്പോൾ. ഈ മെത്തേഡും കറക്റ്റായിട്ട് വരും, പക്ഷേ നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മിൽക്ക് പൗഡർ പേട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.